നമസ്കാരം. പഞ്ചാബിൽ പിടിമുറുക്കി കോൺഗ്രസ്. കരുത്തരായ പഴയ നേതാക്കൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നു. പഞ്ചാബിലെ പട്യാലയിൽ നിന്നുള്ള മുൻ എംപിയും നിലവിലെ ആം ആദ്മി പാർട്ടി നേതാവുമായ ധരൺവീർ ഗാന്ധി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. പഞ്ചാബിൽ വലിയ രീതിയിലുള്ള ജനസ്വാധീനമുള്ള നേതാക്കളിൽ പ്രധാനപ്പെട്ട നേതാവായ ധരൺവീർ ഗാന്ധി കോൺഗ്രസിൽ തിരിച്ചെത്തിയത് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ക്യാമ്പിന് ശക്തി പകരുന്നതാണ്. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വെച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ പവൻ ഖേരയും പഞ്ചാബിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദേവേന്ദ്ര യാദവ്, പഞ്ചാബ് PCC പ്രസിഡന്റ് അമരന്ദർ സിംഗ് രാജ വാരിയർ, പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ഉൾപ്പെടെ പ്രമുഖരായ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ധരൺവീർ ഗാന്ധി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിനു ശേഷം AICC ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് ധരൺവീർ സിംഗ് പറഞ്ഞു. കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിനു ശേഷം AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയും സന്ദർശിച്ചു ധരൺവീർ ഗാന്ധി. ധരൺവീർ ഗാന്ധിയുടെ അനുയായികളായ നൂറുകണക്കിന് പ്രാദേശിക നേതാക്കളും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിൽ പ്രവേശിച്ചു. അടുത്ത ദിവസങ്ങളിലായി ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJPയിൽ നിന്നും അകാലിദളിൽ നിന്നും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരിന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക്ദൾ കോൺഗ്രസിൽ നിന്നും നിരവധി നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുമെന്ന് പഞ്ചാബിൽ നിന്നുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പഞ്ചാബിലെ കോൺഗ്രസിന്റെ മുതിർന്ന മുൻ നേതാവും നിലവിലെ BJPയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനുമായ സുനിൽ ഗാഡ്കറും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങുന്നുവെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പഞ്ചാബിൽ തങ്ങളുടെ പഴയ അടിത്തറ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ഇതിന് കരുത്ത് പകരുന്ന രീതിയിലാണ് ഇന്ന് പഴയ നേതാക്കൾ പാർട്ടിയിൽ തിരിച്ചെത്തുന്നത്.